ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്. നീറ്റ് അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്കിത് ഫില്ല് ചെയ്യാം, അതേപോലെ എക്സാം ഹോളിൽ സെന്ററിൽ ചെന്നിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് തമ്മിലൊന്ന് വ്യത്യാസം മിസ് പറഞ്ഞു തരികയാണ്. അപ്പൊ 3 പേജസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ് അല്ലെ. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന് 3 പേജസ് ആണ്. മൂന്നിന്റെയും പ്രിന്റ് ഔട്ട് എടുത്തോ. 3 പേജും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവട്ടെ. യെസ്, ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്, ആദ്യത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് കറക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ സിഗ്നേച്ചർ, ഈ ബാർകോഡും QR കോഡും രണ്ടും ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഇത് രണ്ടും നിങ്ങൾ കൺഫേം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ അതിൽ മാൻഡേറ്ററി ആയിട്ട് വേണം. യെസ്, പിന്നെ നിങ്ങളുടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഏത് മീഡിയത്തിലാണ് നിങ്ങൾക്ക് എക്സാം നടക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മലയാളം ഒപ്റ്റ് ചെയ്യായിരുന്നു അല്ലെ. മലയാളം ഒപ്റ്റ് ചെയ്യാനുള്ള നിരവധി ലാംഗ്വേജസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഒപ്റ്റ് ചെയ്യായിരുന്നു. മലയാളം ഒപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് മലയാളവും കിട്ടും, ഇംഗ്ലീഷ് ബുക്ക്ലെറ്റും കിട്ടും. സോ ഈ ഒരു കുട്ടി ഇംഗ്ലീഷ് ആണ് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ്. നെക്സ്റ്റ് എക്സാമിനേഷൻ ഡേറ്റ് ആണ് മെയ് 3, നമുക്കറിയാം. റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ എൻട്രി ടൈം കൊടുത്തിട്ടുണ്ട്. 11 AM മാത്രമാണ് അവിടെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റുക. ഗേറ്റ് ക്ലോസിംഗ് ടൈം ഉണ്ട്. 1:30 ശേഷം ആരെയും കയറ്റുന്നതേ ആയിരിക്കില്ല. കാരണം വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ കൃത്യമായിട്ട് ആ ടൈമിൽ തന്നെ ഇത് നടക്കും. ഒരിക്കലും ഡിലേ ഒന്നും പറഞ്ഞു ചെന്നിട്ട് ഒരു കാര്യമില്ല മക്കളെ. കൃത്യസമയത്ത് എത്തുക. എക്സാമിനേഷന് 2 മണിക്കൂർ മുൻപ് തന്നെ നിങ്ങൾ അവിടെ എത്തുക. വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കൂളായിട്ട് എക്സാം സെന്ററിലേക്ക് പോകാൻ സാധിക്കും നമുക്ക്. യെസ്, ദെൻ നിങ്ങൾക്ക് ഏത് സെന്ററിൽ വെച്ചാണ് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. ദെൻ സെൽഫ് ഡിക്ലറേഷൻ ആണ്. അവിടെ നിങ്ങളുടെ പേരൊക്കെ കറക്റ്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക. ഇവിടെ താഴെ 3 കോളംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഇതിൽ ആദ്യത്തെ 2 കോളംസ് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് രണ്ടും വീട്ടിൽ നിന്ന് തന്നെ മക്കൾ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് മൂന്നാമത്തെ ഈ ഒരു കോളം എക്സാം സെന്ററിൽ ചെന്നിട്ടാണ് ചെയ്യേണ്ടത്. വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. റെഡി? ഫസ്റ്റ് കോളത്തിൽ കാൻഡിഡേറ്റിന്റെ ഫോട്ടോ. അപ്പൊ കോളം ചെറുതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ഇത്രയും വരുമായിരിക്കും. ഡോൺ വറി, കോളം ചെറുതാണ്, അതൊരു പ്രോബ്ലം ആണ്. ആ ഒരു ഫോട്ടോ ആ കോളത്തിനുള്ളിൽ നിൽക്കില്ല, താഴേക്ക് ഒട്ടിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഫോട്ടോ ഒട്ടിക്കുമ്പോൾ എന്തായാലും പകുതി ഭാഗം താഴെ ആയിരിക്കും. ഡോൺ വറി. നെക്സ്റ്റ് പേജ്, നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത്, ഈ ഒരു കോളത്തിൽ വേണ്ടത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷനാണ്. അപ്പൊ ഫോട്ടോഗ്രാഫും തമ്പ് ഇംപ്രഷനും വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് പോവുക. നീറ്റ് എക്സാം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഏത് ഫോട്ടോ ആണ് കൊടുത്തത് അതേ ഫോട്ടോഗ്രാഫ് തന്നെ ഇവിടെ പതിപ്പിക്കുക കേട്ടോ. യെസ്. ആൻഡ് മൂന്നാമത്തെ കോളം കാൻഡിഡേറ്റിന്റെ സിഗ്നേച്ചർ, നിങ്ങളുടെ ഒപ്പാണ്. അപ്പൊ ഒപ്പിടുന്നത് ഒരിക്കലും നിങ്ങൾ വീട്ടിൽ നിന്ന് സൈൻ ചെയ്യരുത്. അതിപ്പോ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് സൈൻ ചെയ്യാൻ പാടില്ല. എക്സാം ഹാളിൽ ചെന്നിട്ട്, സെന്ററിൽ ചെന്നിട്ട് എക്സാമിനറുടെ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ സൈൻ ചെയ്യേണ്ടത്. സോ ഈ മൂന്നാമത്തെ കോളം ഒരിക്കലും വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്യാൻ പാടില്ല കുഞ്ഞുങ്ങളെ. റെഡി? ഓക്കെ. ആൻഡ് ഇനി സെക്കൻഡ് പേജിലേക്ക് പോവാം. സെക്കൻഡ് പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. ആ ഫോട്ടോഗ്രാഫിന്റെ സൈസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുകളിൽ സൈൻ ചെയ്യണം. ഒരിക്കലും വീട്ടിൽ നിന്ന് സൈൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ് പതിപ്പിക്കൽ, ഫിക്സ് ചെയ്യൽ മാത്രമാണ്. വീട്ടിൽ നിന്ന് നിങ്ങൾ ചെയ്യരുതാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സൈൻ, സിഗ്നേച്ചർ ഒരിക്കലും വീട്ടിൽ നിന്ന് ഇടരുത്. റെഡി അല്ലേ? അപ്പൊ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുക, അത് മാത്രമാണ് കാര്യം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ആദ്യത്തെ പേജിൽ 2 കോളങ്ങൾ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് കോളത്തിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, രണ്ടാമത്തെ കോളത്തിൽ എന്താണ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പ് ഇംപ്രഷൻ. സെക്കൻഡ് പേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. റെഡി അല്ലേ? ഈ 3 കാര്യങ്ങൾ മാത്രം. സൈൻ ചെയ്യുന്നതൊക്കെ എക്സാം സെന്ററിൽ ചെന്നിട്ട്, ഒപ്പിടുന്നതൊക്കെ എക്സാം സെന്ററിൽ ചെന്നിട്ട്. മൂന്നാമത്തെ പേജ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യും. ഇപ്പോൾ എന്താണ് ഹോൾ ടിക്കറ്റ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. എല്ലാം വെരിഫൈ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റ് അല്ലേ? ഓക്കെ, എക്സാം സെന്റർ നേരത്തെ തന്നെ നോക്കി വെക്കുക. എക്സാം സെന്ററിൽ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക മക്കളെ. ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട, ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പൊ തന്നെ സെന്റർ ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ഒരു ഫോട്ടോഗ്രാഫ് കയ്യിൽ കരുതണം നിങ്ങൾ. പിന്നെ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആധാർ കാർഡ് നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഫോട്ടോഗ്രാഫ് കറക്റ്റ് ആയിട്ട്, ഫോട്ടോഗ്രാഫ് ഒരെണ്ണം എക്സ്ട്രാ കയ്യിൽ കരുതണേ. ഫോട്ടോഗ്രാഫ് നമുക്ക് ഒരെണ്ണം കൂടി വേണം. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് ഇതിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫിക്സ് ചെയ്യുന്നുണ്ട്, ഒരു ഫോട്ടോഗ്രാഫ് കയ്യിലും കരുതുക. റെഡി? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.